ദേവീശരണം കടിച്ചിറോല ദേവി മഹാക്ഷേത്രത്തിലെ 2025 മഹോത്സവം അതിഗംഭീരമായിട്ട് കൊണ്ടാടുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ മറ്റ് കാലത്തേക്കാളൊക്കെ അപൂർവമായ ഒരു ഭക്തജനത്തിരക്കാണ് കണ്ടുവരുന്നത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 21 ദിവസം കളമെഴുത്തും പാട്ടുമാണ് പ്രധാനം. പൂർവാചാരപ്രകാരമുള്ള കളമെഴുത്തും പാട്ടും നടത്തി 21 ദിവസം കൊണ്ട് 41 കളമെഴുതി 21 ദിവസം ദേവിയുടെ ദാരുരൂപത്തിൽ കളം ധരിച്ചിട്ട് അതിൽ ബലിപൂജാദികൾ നടത്തി അവസാനം ഗുരുതി തർപ്പണം നടത്തുന്ന ചടങ്ങോടുകൂടിയാണ് അതിന്റെ സമാപനം നടത്തുന്നത്. കൂട്ടക്കളമെന്നാണ് അറിയപ്പെടുന്നത്. ആ കൂട്ടക്കള ദിവസം എല്ലാ ഭക്തജനങ്ങളും കുടിവരച്ചൂട്ടിൽ ഗുരുതി എന്ന് പറഞ്ഞൊരു പ്രധാന ചടങ്ങുണ്ട്. അതിലെല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കരക്കുട്ടികൾ എന്നുള്ളത് പ്രധാനമാണ്. ഈ ചിക്കരക്കുട്ടികൾ 21 ദിവസം ഇവിടെ കുടിൽ കെട്ടി പാർക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. 10-20,000 കുടുംബങ്ങളാണ് അവരോടൊപ്പം ഇവിടെ പാർക്കുന്നത്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവ നാളുകളാണ്. നമ്മുടെ ഈ കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേവി കളിച്ചുള്ള കയ്യിൽ കളിച്ചു വന്നു എന്നുള്ള കളിച്ചിരിക്കുന്ന സങ്കല്പത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ കുട്ടികളുമായിട്ട് കളിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉത്സവത്തിന്റെ ഈ കൂട്ടക്കള ചടങ്ങുകൾ മൊത്തം നടക്കുന്നത്. അതിൽ ചിക്കനിക്കാണ് ഏറ്റവും പ്രധാനം. ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് അപേക്ഷിച്ച് ഇത്തരം കുട്ടികളെ നമ്മൾ ഇവിടെ താമസിച്ച് 10,000-3,000 കുട്ടികൾ ഇവിടെ താമസിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. കുട്ടികൾക്ക് എന്തെങ്കിലും രോഗദുരിതങ്ങൾ വന്നാലും അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ഒരു മോശം അന്തരീക്ഷം വന്നാലും ശരി അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന കൊച്ചിനെ ഇവിടെ ചിക്കരയിലെ അടിമേറ്റിക്കൊള്ളുന്ന സങ്കല്പത്തിൽ കണ്ടുകഴിഞ്ഞാൽ അവന് അനേകായിരം കുട്ടികളാണ് ഇവിടെ നിന്ന് ചിക്കരയിൽ നിന്ന് പോയിട്ടുള്ളത്. ആ ഒരു ദേവിയുടെ മാതൃവാത്സല്യത്തിന്റെ ഒരു പ്രധാന ചടങ്ങായിട്ടുമാണ് ഇത് നമുക്ക് കാണുവാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും ഉത്സവ സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഗരുഡൻ തൂക്കമാണ്. ഉത്സവത്തിന്റെ സമാപനത്തിന് കൂട്ടക്കളം എന്നറിയപ്പെടുന്ന 26-ാം തീയതിയിലുള്ള ആ ചടങ്ങിൽ ദീപാരാധന കഴിഞ്ഞാൽ അതിഗംഭീരമായ വെടിക്കെട്ട്, അത് കഴിഞ്ഞാൽ തിരുവെടുത്തോന്ന ഒരു മഹാസംഭവമാണ് നടക്കുന്നത്. ദേവി ഒരു ദീപകാഴ്ച എന്ന ആ ഒരു ദീപത്തിന്റെ അകത്ത് ദേവി ഇരിക്കുന്ന സങ്കല്പമാണ്. ആയിരങ്ങളാണ് വന്ന് ആ തിരുവെടുത്തത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനുശേഷമാണ് ഗരുഡൻ തൂക്കം നടക്കുന്നത്. ആ ഗരുഡൻ തൂക്കത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ദേവി ദാരുവ്രതത്തിന് ശേഷം ദേവിക്ക് കലി അടങ്ങാതെ വരുമ്പോൾ മഹാവിഷ്ണു ഗരുഡന്റെ പുറത്ത് കയറി വന്ന് തൂവൽ പറിച്ചിട്ട് ദേവിയുടെ നാക്കിൽ ആ രക്തം പറ്റിക്കുമ്പോൾ ദേവിക്ക് ആ കലിയടങ്ങുന്നു എന്നുള്ള സങ്കല്പമാണ് ഈ ഗരുഡൻ തൂക്കത്തിന്റെ വിശേഷം. ഇത് നമ്മുടെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ഉത്സവത്തിന്റെ വഴിപാടാണ് ഗരുഡൻ തൂക്കം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ചടങ്ങാണ്. മറ്റു ക്ഷേത്രങ്ങളിലേക്കൊക്കെ അപേക്ഷിച്ച് അതിഗംഭീരമായി നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാ കൊണ്ടും ഉത്സവ സംബന്ധമായിട്ട് നമുക്ക് വളരെയധികം ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് അപേക്ഷിച്ച് ജനങ്ങളുടെ ഇങ്ങനെ ഒരു ഭക്തിയുടെ പാരവശ്യം കൊണ്ടും ഭക്തി മഹാത്മ്യം കൊണ്ടും ശക്തി പ്രവാഹം കൊണ്ടും ആ ശക്തി ദേവിയുടെ ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള ഉത്സവ നാളുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങളെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഉത്സവാശംസകൾ തരുന്നു.